സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഷഹനാദ് ആണ്. കൂട്ടുകാർ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കുന്നത്. 2025 ഏറ്റവും പ്രധാനപ്പെട്ട മുഴുവൻ ചോദ്യങ്ങളും നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുണ്ട്. 10 ക്ലാസ്സുകളാണ് എടുത്തത്. ആ ക്ലാസ്സുകളെല്ലാം ഒരൊറ്റ പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റ് കാണാം. നിങ്ങൾ കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. രാജ്യത്ത് ആദ്യമായിട്ട് വയോജനങ്ങൾക്കായി കമ്മീഷൻ രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന വയോജന കമ്മീഷൻ ബിൽ പാസാക്കിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ കൂട്ടുകാരെ നിങ്ങൾ എഴുതുക, കേരളമാണ്. അപ്പൊ കേരളമാണ് രാജ്യത്ത് ആദ്യമായിട്ട് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ ബില്ല് പാസാക്കിയ കേട്ടോ. കേരളത്തിന്റെ 50ാമത് ചീഫ് സെക്രട്ടറി ആവുന്നത് ആരാണ്? ഇപ്പോ ഏറ്റവും പുതിയതായിട്ട് വന്നൊരു അപ്ഡേഷൻ ആണ്. നമ്മുടെ ചീഫ് സെക്രട്ടറി മാറിയിട്ടുണ്ട് അല്ലെ. ശാരദാ മുരളീധരൻ മാഡം മാറി. ഇപ്പൊ ആരെ വന്നു? ഡോക്ടർ എ ജയതിലകാണ് കേരളത്തിന്റെ നിലവിലെ ചീഫ് സെക്രട്ടറി. ഡോക്ടർ എ ജയതിലക്. ജനവാസ മേഖലയിൽ എത്തുന്ന പാമ്പുകളെ സുരക്ഷിതമായി വനമേഖലയിൽ എത്തിക്കാൻ വനവകുപ്പ് ആവിഷ്കരിച്ച സർപ്പ ആപ്പ്. ആ സർപ്പ ആപ്പിനെ കുറിച്ച് നമ്മൾ മുമ്പ് പഠിച്ചിരുന്നു. ആ സർപ്പ ആപ്പിന്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? ഇഷ്ടപ്പെട്ട് പഠിക്കുക. നമ്മുടെ സർപ്പ ആപ്പിന്റെ ബ്രാൻഡ് അംബാസഡർ നമ്മുടെ ടൊവി ആണല്ലേ, ടൊവിനോ തോമസ്. നമ്മുടെ പ്രിയപ്പെട്ട താരം ടൊവിനോ തോമസ് ആണ് സർപ്പ ആപ്പിന്റെ ബ്രാൻഡ് അംബാസഡർ. കേരളത്തിൽ സമ്പൂർണ്ണ മാലിന്യ മുക്തമായ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രഖ്യാപനം നടന്നത് എന്നാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഡേറ്റ് ആണ് മക്കളെ, പഠിച്ചു വെച്ചേക്കുക. 2025 മാർച്ച് 30 2025 മാർച്ച് 30 കേരളത്തിൽ സമ്പൂർണ്ണ മാലിന്യ മുക്തമായ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രഖ്യാപനം നടന്നു. 2025 മാർച്ച് 30 സെറ്റാണോ? സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായി ശാസ്ത്ര നയം നടപ്പിലാക്കിയ സംസ്ഥാനമായിട്ട് കേരളം മാറുകയാണ്. അപ്പൊ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള കമ്മീഷന്റെ കാര്യം മറക്കണ്ട. ശാസ്ത്ര നയം നടപ്പിലാക്കിയതും കേരളത്തിലാണ്. അടുത്തിടെ ലേലത്തിൽ വിറ്റുപോയ ഹൈദരാബാദ് നൈസാം മെഹബൂബ് അലി ഖാൻ അസ്ഫ ജ ആറാമിന്റെ ചിത്രം വരച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ചിത്രം വരച്ചത് മുമ്പ് വരച്ചാണ് രാജാ രവിവർമ്മയാണ്. അപ്പൊ അടുത്തിടെ ഹൈദരാബാദ് നൈസാമിന്റെ ഒരു പിക്ചർ വിറ്റുപോയി. ആരുടെ പിക്ചർ ആയിരുന്നത്? രാജാ രവിവർമ്മയുടെ പിക്ചർ ആയിരുന്നു. പ്രാദേശിക കറൻസികളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ഏത് ബാങ്കുമായാണ് RBI അടുത്തിടെ ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്? പ്രാദേശിക കറൻസികളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് RBI നമ്മുടെ ഇന്തോനേഷ്യയിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ബാങ്കായ ബാങ്ക് ഇന്തോനേഷ്യ, എന്താണ് ബാങ്ക് ഇന്തോനേഷ്യ, ബാങ്ക് സെൻട്രൽ റിപ്പബ്ലിക് ഇന്തോനേഷ്യ, കണ്ട നിങ്ങൾ അവിടുത്തെ പ്രധാനപ്പെട്ട ബാങ്കുമായിട്ട് നമ്മൾ RBI എന്ത് ചെയ്തു? കൈ കോർത്തു. ബാങ്ക് ഇന്തോനേഷ്യ. പറഞ്ഞതുപോലെയോ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ കേരള സന്ദർശനത്തിനാണ് 100 വയസ്സ് തികയുന്ന മക്കളെ? കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം, ഗാന്ധിജി 5 തവണയാണ് കേരളം സന്ദർശിച്ചത് അല്ലെ. അത്തരത്തിൽ ഗാന്ധിജി സന്ദർശിച്ചതിൽ 1925 1925ന്റെ 100ാമത്തെ വാർഷികം 2025 അപ്പൊ അതുകൊണ്ട് തന്നെ ഗാന്ധിജിയുടെ 2ാം കേരള സന്ദർശനം ആദ്യം 1920 കൂട്ടുകാർക്ക് അറിയാം അല്ലെ. അഖില വൈകിട്ട് തെക്കേ വീട്ടിലെ ഹരിയുമൊത്ത് ക്ഷേത്രത്തിൽ പോയെന്നൊരു കോഡ് കേരളത്തിലെ എല്ലാ പിള്ളേരും പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പൊ അത് വളരെ സിമ്പിൾ കോഡാണ്. അഖില അല്ലെ, ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട്, വൈകിട്ട് വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് അല്ലെ, അഖില വൈകിട്ട് തെക്കേ വീട്ടിൽ, തെക്കേ ഇന്ത്യൻ സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് 3ാമത് ഹരിജൻ ഫണ്ട് പിരിക്കാൻ വേണ്ടി ക്ഷേത്രത്തിൽ പോയി, ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ ഭാഗമായിട്ട്. അപ്പൊ അത്തരത്തില് ഗാന്ധിജി കേരളം സന്ദർശിച്ച 5 ഘട്ടങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതാണ്. അതിൽ 2ാമത്തെ ഘട്ടം 1925 അതിന്റെ 100ാമത്തെ വാർഷികം ഓർത്ത് വെച്ചേക്കുക. കെ മാധവൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കെ മാധവൻ പുരസ്കാരം 2025 നേടിയത് ആരാണ് മക്കളെ? KN പണിക്കർ ആണ്. ആരാണ്? KN പണിക്കർ. നോക്കണേ, PN പണിക്കർ അല്ല, ആ ഇനീഷ്യലൊക്കെ തെറ്റിക്കരുത്. KN പണിക്കർ, കെ മാധവൻ ഫൗണ്ടേഷൻ, കെ എന്ന് ആലോചിക്കുക. KN പണിക്കരാണ്. പണിക്കർക്ക് മാധവൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു പുരസ്കാരം. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയ പുരസ്കാരം ഒന്നുമല്ല, പക്ഷെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക, ചിലപ്പോൾ ചോദിക്കാം. 2070 നെറ്റ് സീറോ എമിഷൻ കൈവരിക്കുക എന്ന ഇന്ത്യയുടെ ദർശനത്തിലേക്കുള്ള ഒരു നാഴികക്കല്ലായി ഹൈഡ്രജൻ പവർ ഹെവി ഡ്യൂട്ടി ട്രക്കുകൾ പുറത്തിറക്കിയ കമ്പനി. ഹൈഡ്രജൻ ഹെവി ട്രക്കുകൾ പുറത്തിറക്കിയ ഏത് കമ്പനിയാണെന്ന് പഠിച്ചു വെക്കുക. അത് ടാറ്റയാണ്, ടാറ്റ മോട്ടോഴ്സ് ആണ്. ക്ലിയർ ആണോ? സമുദ്രബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെയും ഇന്ത്യ ഗവൺമെന്റിന്റെ അയൽപക്ക മാധ്യം മേഖലയിലെ എല്ലാവർക്കും സുരക്ഷയും വളർച്ചയും സാഗർ എന്ന് പറയുന്ന പ്രോജക്റ്റാ എന്നീ സംരംഭങ്ങൾക്കെല്ലാം കീഴിലുള്ള സഹകരണം ഉറപ്പാക്കുന്നതിന്റെയും ഭാഗമായിട്ട് ശ്രീലങ്കയിലെ കൊളംബോയിൽ എത്തിച്ചേർന്ന ഇന്ത്യയുടെ കപ്പൽ. ഇങ്ങനെ വളച്ചൊന്നും നമ്മൾ ഒരുപക്ഷെ PSC പരീക്ഷ ചോദിക്കില്ല. ഏത് കപ്പലാണ് ഈ അടുത്ത് ശ്രീലങ്കയിലെ ഇന്ത്യ ശ്രീലങ്ക ബന്ധത്തിന്റെ പല പദ്ധതികളുമായി ബന്ധപ്പെട്ട് എത്തിച്ചേർന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ വേണം INS കുത്തർ. എന്താണ് കുത്തർ? നല്ല വെറൈറ്റി പേരാ മക്കളെ, കുത്തർ അല്ലെ. നമ്മളൊന്ന് കുത്താൻ വേണ്ടി പോയതാണ്. ശ്രീലങ്ക ചൈനയുമായുള്ള ബന്ധം കൊണ്ട് നമ്മൾ കുത്തി ശരിയാക്കാൻ വേണ്ടി കുത്തർ, അൽ കുത്തറു അല്ലെ.
INS ഖുത്തർ. നിങ്ങൾ INS വേറെ പല വെറൈറ്റി പേരുകളും പഠിച്ചിട്ടുണ്ടെങ്കിൽ INS ഖുത്തർ ഒരു വെറൈറ്റി പേരല്ലേ, ഓർമ്മ ഉണ്ടാവില്ലേ? ഇപ്പൊ ശ്രീലങ്കയിൽ എന്ത് പോയി? INS ഖുത്തർ. സെറ്റാണേ. ടാറ്റ മോട്ടോഴ്സ് എന്തുണ്ടാക്കാൻ പോകുന്നു? ഹൈഡ്രജൻ പവർ ഹെവി ഡ്യൂട്ടി ട്രക്കുകൾ പുറത്തിറക്കുന്നു. സെറ്റ്. ISL ഫുട്ബോൾ ചരിത്രത്തിലെ ഒരു സീസണിൽ, ശ്രദ്ധിക്കണേ, ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ റെക്കോർഡ് സ്വന്തമാക്കിയത് ആരെന്നറിയാം നിങ്ങൾക്ക്? അലാവുദ്ദീന്റെ അത്ഭുത നിൽക്കണല്ലേ? ജീം ബൂം ബാ. അപ്പൊ അലാവുദ്ദീൻ എന്ന് പറഞ്ഞ ഒരു പേര്, അലാദീൻ അജാരെ. ഇതാണ് അലാദീൻ അജാരെ. അദ്ദേഹമാണ് ISL സീസണിൽ, ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചത് അലാവുദ്ദീൻ ആണെന്ന് ആലോചിച്ച് വെച്ചാൽ അലാദീൻ അജാരെ കേട്ടോ. അടുത്തിടെ അന്തരിച്ച സ്വർണ്ണക്കരങ്ങളുള്ള മനുഷ്യൻ എന്നറിയപ്പെട്ട 24 ലക്ഷത്തോളം കുട്ടികളുടെ രക്ഷകനായി മാറിയ പ്രശസ്ത ഓസ്ട്രേലിയൻ രക്തദാതാവിന്റെ പേരാണ് മക്കളെ ജെയിംസ് ഹാരിസൺ. ആ പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. എന്താണ്? ജെയിംസ് ഹാരിസൺ. കണ്ട അപ്പൂപ്പനെ കിടക്കുന്ന കണ്ടോ? എന്താ അദ്ദേഹത്തിന്റെ പ്രത്യേകത? ഇദ്ദേഹം സ്വർണ്ണക്കരങ്ങളുള്ള മനുഷ്യൻ എന്നൊരു വിശേഷണമുണ്ട്. 24 ലക്ഷത്തോളം കുട്ടികളുടെ രക്ഷകനായി മാറി ഇദ്ദേഹം ഒരു ഓസ്ട്രേലിയയിലെ അറിയപ്പെടുന്ന രക്തദാതാവാണ് ജെയിംസ് ഹാരിസൺ. റാഗിങ്ങുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച ഹൈക്കോടതി ഏതാണ്? നമ്മുടെ കേരളത്തിൽ വയനാടൊക്കെ ഉണ്ടായ ഇഷ്യൂ നമുക്കറിയാം അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ കേരള ഹൈക്കോടതിയാണെന്ന് പഠിച്ചു വെച്ചേക്കുക. കെട്ടിടങ്ങളിൽ കൂൾ റൂഫ് സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിച്ച് ഉള്ളിലെ ചൂട് കുറയ്ക്കുകയും ഫാനുകളുടെയും എയർ കണ്ടീഷനുകളുടെയും ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ഒരു പദ്ധതി, കുറച്ച് മുമ്പേയുള്ള പദ്ധതിയാണ് കുളിര അല്ലെ? നല്ല കുളിരുണ്ടെങ്കിൽ നല്ല തണുപ്പൊക്കെ ആയിരിക്കും ആലോചിക്കുക. കുളിർമ പദ്ധതി വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ്. അടുത്ത് ശ്രദ്ധിക്കണം. ദേശീയപാതയിൽ കേരളത്തിലെ ഏറ്റവും വലിയ തുരങ്കം നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് എവിടെയാണ്? ദേശീയപാതയിൽ കേരളത്തിലെ ഏറ്റവും വലിയ തുരങ്കം വരാൻ പോകുന്നത് കൊല്ലം ജില്ലയിലെ തെന്മലയ്ക്കും ആര്യങ്കാവിനും ഇടയിലാണ്. കുഞ്ഞുങ്ങളെ എവിടെയാണ്? കൊല്ലം ജില്ലയിലെ തെന്മലയ്ക്കും ആര്യങ്കാവിനും ഇടയിൽ. തെന്മലയ്ക്കും ആര്യങ്കാവിനും ഇടയിൽ എന്ത് വരുന്നു? ദേശീയപാതയിൽ തുരങ്കം വരുന്നു. എത്രയാണ്? 30 മീറ്ററിൽ 4 വരിയായിട്ടോ. അപ്പൊ ഇതിന്റെ ഒരു നീളം എത്രയെന്ന് ചോദിച്ചാൽ 9.7 കിലോമീറ്റർ ആണ്. മൊത്തത്തിൽ 4 തുരങ്കങ്ങളുടെയും കൂടിയുള്ള ആകെ ദൈർഘ്യമാണ് 9.7 കിലോമീറ്റർ. അപ്പൊ ഭാവിയിൽ വരാൻ പോകുന്ന ഒരു പദ്ധതിയാണ്. എന്നിരുന്നാലും നോട്ട് ചെയ്ത് വെച്ചേക്കുക. കേരള ദേശീയപാതയിൽ ഏറ്റവും വലിയ തുരങ്കം നിർമ്മിക്കാൻ പോകുന്നത് കൊല്ലം ജില്ലയിലെ തെന്മലയ്ക്കും ആര്യങ്കാവിനും ഇടയിലാണ്. 9.7 കിലോമീറ്റർ ആണ്. ഈ പറയുന്ന 30 മീറ്ററിൽ 4 വരിയായിട്ട് വരുന്നു. അതിന്റെ പത്രക്കട്ടിംഗ് ഒക്കെ കാണാം. നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു പിക്ചറോടെ കൊടുത്താട്ടോ. അതുപോലെ റോഡുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നമ്മളിപ്പോ പറഞ്ഞത് എന്താണ്? ദേശീയപാതയിലെ തുരങ്കമാണ്. എന്നാൽ നോക്കൂ, ഇവിടെ ഒരു തുരങ്ക റെയിൽ പാത. ഇത് റെയിലാണ്, നേരത്തെ പറഞ്ഞ റോഡിന്റെ കേസാണ്. ബാലരാമപുരത്തു നിന്നും വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള, അപ്പൊ വിഴിഞ്ഞത്തിന്റെ ആ ഒരു ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന വേളയിലാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. വിഴിഞ്ഞം വലിയ സാധ്യതകളാണ് കേരളത്തിൽ അല്ലെ? ഒരുപാട് വലിയ പ്രോജക്ട് ഇതിന്റെ ഭാഗമായിട്ട് പല രീതിയിൽ കേരളത്തിൽ വരുന്നുണ്ട്. അപ്പൊ ബാലരാമപുരത്തു നിന്നും വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള ഒരു തുരങ്ക റെയിൽ പാതയുടെ നിർമ്മാണ ചുമതല അതൊക്കെ ഏകദേശം എല്ലാ പരിപാടിയായി. അത് കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ ആണ് കൊടുത്തത്. നോക്കൂ മക്കളെ, ഇതൊരു തുരങ്ക റെയിലാണ്. 10.7 കിലോമീറ്റർ. മറ്റത് കൃത്യമായിട്ട് പഠിക്കുക 9.7 ആയിരുന്നു അല്ലെ? ഇത് 10.7 കിലോമീറ്റർ ആണ് ഇതിന്റെ ടോട്ടൽ നീളം കേട്ടോ, പാതയുടെ മൊത്തം. എന്നാൽ ഭൂമിക്കടിയിലൂടെ തുരങ്കമായിട്ട് എത്രയുള്ളൂ? 9.02 ഉള്ളൂ. അത് രണ്ടും ഒന്ന് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്, നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ബാലരാമപുരത്ത് വിഴിഞ്ഞത്തേക്കുള്ള തുരങ്ക റെയിൽ പാതയുടെ ഭൂമിക്കടിയിലൂടെയുള്ള നീളം അല്ലെങ്കിൽ കിലോമീറ്റർ 9.02 കിലോമീറ്റർ ആണ്. ടോട്ടൽ 10.7 ആണ്. ഇത് ഭാവിയിൽ വരാൻ പോകുന്ന, അതുകൊണ്ട് 2028 ഡിസംബറോട് കൂടി ഇത് പൂർത്തീകരിക്കും എന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തിന് ഇത് വന്നു കഴിഞ്ഞാൽ രാജ്യത്തിനെ വലിയ 3ാമത്തെ റെയിൽവേ ടണലായിട്ട് മാറും ഈ പറയുന്ന ബാലരാമപുരത്ത് നിന്നും നമ്മുടെ വിഴിഞ്ഞത്തേക്കുള്ള ഈ ഒരു പാത. അടുത്തത് വീണ്ടും ഇതാ മറ്റൊരു റോഡ് ഗതാഗതവുമായി ബന്ധപ്പെട്ടത്. സംസ്ഥാനത്തെ ആദ്യത്തെ എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റേഡ് പാലം. കേബിൾ സ്റ്റേ പാലങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത്തരത്തിൽ ഇതാ ഇവിടെ മനോഹരമായ ഒരു പിക്ചർ കാണാൻ നിങ്ങളെ എന്ത് രസമാണ് കാണാൻ അല്ലെ? ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കേരളം ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയാൻ തോന്നുന്നു. കേരളാസ് ഫസ്റ്റ് എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ് തോട്ടപ്പള്ളി. ഇപ്പൊ തോട്ടപ്പള്ളി 4 ചിറ പാലം ആലപ്പുഴയിലാണ്. പഠിച്ചു വെച്ചേക്കുക. നമ്മുടെ തോട്ടപ്പള്ളി സ്പിൽവേ ഒക്കെ നമ്മൾ പഠിക്കാറില്ലേ? അപ്പോ അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ, എന്നായിരുന്നു തോട്ടപ്പള്ളി സ്പിൽവേ പണി പൂർത്തീകരിച്ചത്? ഇപ്പൊ തണ്ണീർമുക്കം ബണ്ടും തോട്ടപ്പള്ളി സ്പിൽവേ അറിയുന്നവരുണ്ടെങ്കിൽ ആ വർഷം രണ്ടും ഒന്ന് കമന്റ് ചെയ്യുക. മകളെ നിങ്ങൾ ഇത് കമന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പഠിച്ച ഒന്നുകൂടി സ്ട്രോങ് ആവും. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ, അല്ലാതെ എനിക്കിത് പറഞ്ഞാൽ അറിയാട്ടല്ല. അപ്പൊ തോട്ടപ്പള്ളി എന്ന് പറയുന്ന ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി 4 ചിറ പാലം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റേഡ് പാലമാണ്. കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയും ചോദിക്കും. പ്രവർത്തനം ആരംഭിച്ചതാണ് അല്ലെ? നമ്മളെ മനസ്സിൽ ഒരുപക്ഷെ തിരുവനന്തപുരമൊക്കെ വരാൻ സാധ്യതയുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് പ്രവർത്തനം ആരംഭിച്ചത് 2025 മാർച്ച് മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ്, കൊച്ചിയിലാണ്. ഓക്കെ.
എയർ ഇന്ത്യയുടെ പുതിയ ഡിജിറ്റൽ ഇന്നവേഷൻ കേന്ദ്രം ആരംഭിച്ചതും കൊച്ചിയിലാണ്. രണ്ടും മാർച്ച് മാസത്തെ കറണ്ട് അഫയേഴ്സിൽ കരുതുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? നിങ്ങൾ ഒറ്റ വാക്കിൽ നമ്മുടെ മനസ്സിലേക്ക് കൊല്ലം വരും. ശരിയാണ്, കൊല്ലത്ത് തന്നെയാണ് ഈ പറയുന്ന ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി വന്നത്. അതിന്റെ ആസ്ഥാനം വീണ്ടും ഒരു പുതുതായിട്ട് നല്ലൊരു സ്ഥലമൊക്കെ എടുത്തിട്ട് അവിടെ ഒരു പുതിയ ആസ്ഥാനം ഉണ്ടാക്കുന്നുണ്ട്. അത് മുണ്ടക്കൽ എന്ന് പറയുന്ന സ്ഥലമാണ്. മുണ്ടക്കൽ ശേഖര എന്ന് കേട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ സിനിമ ദേവാസുരൊക്കെ ഓർമ്മ വരും അല്ലേ? എന്നാൽ മുണ്ടക്കലാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം സ്ഥാപിതമാകുന്നത്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസ വേതനത്തിലെ വർധനം എത്രയാണ്? ഏറ്റവും പുതിയ കണക്ക് 2025 പ്രകാരം എത്രയാണ് തൊഴിലുറപ്പിന്റെ കേരളത്തിലെ പൈസ? അതാണ് ചോദ്യം. കൃത്യമായിട്ട് പഠിക്കണം. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 369,369 രൂപ. എന്നാൽ ഹരിയാനയിലാണ് ഏറ്റവും കൂടുതൽ, 400 രൂപയാണ് ഹരിയാന. എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്ന കേരളത്തിൽ ഇത് മാത്രം ഇല്ല കേട്ടോ. ഹരിയാനയാണ് ഏറ്റവും കൂടുതൽ. ഏറ്റവും കുറവ് 241. ഇതും ഞാനിതാ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 241 അത് എവിടെയാണ്? അരുണാചലും നാഗാലാൻഡ്, അങ്ങ് വടക്ക് കിഴക്കും കിടക്കല്ലേ. അവിടെയൊക്കെ ഭയങ്കര ടാസ്ക് ആണ്. തൊഴിലുറപ്പിന് ആളുകൾ കുറവാണ്. 241 ഉറുപ്പിയുള്ളൂ. മക്കളെ, രാജ്യത്താകമാനം 10 ലക്ഷത്തോളം വീടുകളിൽ സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ച കേന്ദ്ര സർക്കാരിന്റെ പുരപ്പുറ സൗരോർജ പദ്ധതിയുടെ പേര്? രാജ്യത്താകമാനം 10 ലക്ഷത്തോളം വീടുകളിൽ സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ച കേന്ദ്ര സർക്കാരിന്റെ പുരപ്പുറ സൗരോർജ പദ്ധതിയാണ് PM സൂര്യഭവനം പദ്ധതി. PM സൂര്യഭവനം പദ്ധതി. കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. മാർക്ക് കാർണിയാണ്. ഇപ്പൊ കാനഡയിലൊക്കെ പോകണമെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കാണിക്കണം എന്ന് ആലോചിക്കാം. നമ്മള് IELTS പോലുള്ള പരീക്ഷകളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാൻ ശ്രമിക്കുന്നവരും അല്ലെ പോയവരൊക്കെ നിങ്ങൾക്ക് ചുറ്റുണ്ടാവല്ലോ. അപ്പൊ കാനഡ പോവാന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും അല്ലെ ഒരു വിദേശ രാജ്യം കേൾക്കുമ്പോൾ അല്ലെ അബ്രോഡ് പഠിക്കാനൊക്കെ പോകുമ്പോൾ കാനഡ. അപ്പൊ നല്ല മാർക്ക് കാണിക്കണം. കാനഡ ഓക്കെ, പഠിച്ചു വെക്കണം. അവിടെ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായി. അവിടുത്തെ പ്രധാനമന്ത്രി മാറിയതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് മാർക്ക് കാർണിയാണ് ഇപ്പോഴത്തെ ആള്. മൈക്രോസോഫ്റ്റ് സ്വന്തമായി AI പ്ലാറ്റ്ഫോം സൃഷ്ടിക്കുന്ന പദ്ധതിയുടെ പേരാണ് MAI. പ്രത്യേകിച്ച് ഒന്നും പഠിക്കാനില്ല. AIന്റെ കൂടെ M ഇട്ടുക. മൈക്രോസോഫ്റ്റ് MAI. നമ്മൾ ഇലോൺ മസ്കിന്റെ XAI എന്നൊക്കെ പറയുന്ന മാതിരി കേട്ടോ. ICC ചാമ്പ്യൻസ് ട്രോഫി ടീം ഓഫ് ദി ടൂർണമെന്റ് ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. മക്കളെ, നല്ലൊരു പോയിന്റ് ആണ്. ICC ചാമ്പ്യൻസ് ട്രോഫി ടീം ഓഫ് ദി ടൂർണമെന്റ് ക്യാപ്റ്റൻ, അങ്ങനെ ഒരു കാറ്റഗറിയിൽ ഒരു അവാർഡ്. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ടീം ഓഫ് ദി ടൂർണമെന്റ് ക്യാപ്റ്റൻ ആരാണെന്ന് ചോദിച്ചാൽ മിച്ചൽ സാന്റ്നർ ആണ്. പഠിച്ചു വെച്ചേക്കുക. മിച്ചൽ സാന്റ്നർ. അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതിയുടെ 33ാമത് ജഡ്ജിയായി നിയമിതനാകുന്നത് ആരാണ്? കൂട്ടുകാരെ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ ഗവായിയോ അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയാ സഞ്ജീവ് ഖന്ന ഉണ്ടല്ലോ, അപ്പൊ ഇതൊക്കെ നമ്മളെ മനസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ വരുന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് പോകും. സുപ്രീം കോടതിയില് നിങ്ങൾക്കറിയാം 34 ജഡ്ജിമാരാണ്. അതിനകത്ത് അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന പോസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ 33ാമത്തെ ആ ഒരു ജഡ്ജി നിലവിലില്ലായിരുന്നു. ആ ഒരു 33ാമത്തെ ജഡ്ജി ആയിട്ട് വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ളൊരു ജഡ്ജി വന്നു. അദ്ദേഹത്തിന്റെ പേര് ജോയ് മല്യ ബാഗ്ചി എന്നാണ്. വിജയ് മല്യ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? അപ്പൊ സുപ്രീം കോടതിയിൽ 33ാമത് ജഡ്ജിയായി നിയമിതനായ വ്യക്തിയുടെ പേര് ജോയ് മല്യ ബാഗ്ചി. ഞാൻ നിങ്ങളെ മുമ്പത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നു. പാട്ന ഹൈക്കോടതിയിൽ നിന്നും ഒരു മലയാളി എന്തായിട്ടുണ്ട്? ഇപ്പൊ സുപ്രീം കോടതി ജഡ്ജി ആയിട്ടുണ്ട്. ആരാണ് അദ്ദേഹം? അദ്ദേഹത്തിന്റെ പേര് അറിയുന്നവരും തീർച്ചയായിട്ടും കമന്റ് ചെയ്തേ. അപ്പൊ സുപ്രീം കോടതിയുടെ 33ാമത് ജഡ്ജിയായി നിയമിതനായത് ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കൃത്യമായിട്ട് പഠിക്കാൻ നല്ല കിടിലൻ ചോദ്യമാണ്. ആസാം സ്വന്തമായിട്ട് ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ്. അടുത്തിടെ വാർത്തകൾ പരാമർശിക്കപ്പെട്ട യൗണ്ട പ്രഖ്യാപനം ഏത് വിഷയവുമായി ബന്ധപ്പെട്ട മക്കളെ? മലേറിയ ആണ് കേട്ടോ. മലേറിയ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടാണ് യോണ്ട കോൺഫറൻസ് ആണ്. യൗണ്ട പ്രഖ്യാപനം, യൗണ്ട കോൺഫറൻസ്. മലേറിയ ഇല്ലല്ലോ, ഇല്ല. മൗറീഷ്യസിന്റെ പരമോന്നത പുരസ്കാരമായ ദി ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ആൻഡ് ദി കിങ് ഓഫ് ദി ഓഷ്യൻ. ഇതിന്റെ മക്കളെ, ഈ അവാർഡ് പറയുമ്പോൾ തന്നെ നേരം വിളിക്കും അല്ലേ? ഇങ്ങനെ ഒരു അവാർഡ്, ഇങ്ങനെ അവാർഡ് അല്ല. ഇതിപ്പോ ബഹ്റൈൻ്റെ അവാർഡ്, UAEയുടെ അവാർഡ്, കുവൈത്തിലെ, ഇതൊക്കെ ആർക്കാണ്? നമ്മുടെ മോദിജിക്കാണ്. പഠിച്ചില്ലേ? മാങ്കൊമ്പിലെ നെൽവിത്ത് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ നെല്ലിനങ്ങൾ ഏതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പഠിക്കുക. ആദ്യ നല്ല പേരല്ല. ആദ്യത്തെ അല്ല, ആദ്യ പുണ്യ. അപ്പൊ ആദ്യയും പുണ്യയുമാണ് മാങ്കൊമ്പിലെ നെൽവിത്ത് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച 2025 പുതിയ നെല്ലിനങ്ങൾ. ആദ്യയും പുണ്യയുമാണ്. അപ്പൊ മാങ്കൊമ്പിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് 2025 മാർച്ചിൽ വിടവാങ്ങിയ പ്രശസ്ത ഗാനരചയിതാവാണ് മാങ്കൊമ്പ്
സാറിന്റെ ഫോട്ടോ കൂടെ കൊടുത്തിട്ടുണ്ട്. മാങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. അപ്പൊ മാങ്കൊമ്പിൽ നെൽവിത്താണ് ആദ്യം പുണ്യം. 2025 മാർച്ചിൽ വിഴിഞ്ഞത്ത് തീരദേശ വെള്ളപ്പൊക്ക നിരീക്ഷണ സംവിധാനത്തിന്റെ പൈലറ്റ് പദ്ധതി ആരംഭിച്ചത് കടലുമായി ബന്ധപ്പെട്ട ഏതു പ്രതിഭാസത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ വിഴിഞ്ഞത്ത് 2025 മാർച്ചിൽ വെള്ളപ്പൊക്ക നിരീക്ഷണ സംവിധാനത്തിന്റെ പൈലറ്റ് പദ്ധതി ആരംഭിച്ചത് കടലുമായി ബന്ധപ്പെട്ട ഏതു പ്രതിഭാസത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കള്ളക്കടൽ. നമ്മൾ പല പാട്ടിലും കേട്ടിട്ടുണ്ടാവും അല്ലെ, കള്ളക്കടൽ, നിന്റെ കള്ളക്കട കണ്ണിൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ കള്ളക്കടൽ, ഇത് കള്ളക്കടലാണ്. കള്ളക്കടൽ എന്നൊരു പ്രതിഭാസത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വിഴിഞ്ഞത്ത് 2025 മാർച്ചിൽ വെള്ളപ്പൊക്ക നിരീക്ഷണ സംവിധാനത്തിന്റെ പൈലറ്റ് പദ്ധതി ആരംഭിച്ചു. മക്കളെ, തകഴി സാഹിത്യ പുരസ്കാരം, ഏറ്റവും ലേറ്റസ്റ്റ് പുരസ്കാരമായ തകഴി സാഹിത്യ പുരസ്കാരം കിട്ടിയത് KP സുധീരയ്ക്ക് കേട്ടോ. KP സുധീര മേഡം ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. തകഴി സാഹിത്യ പുരസ്കാരം KP സുധീര. അടുത്തിടെ അന്തരിച്ച സയ്യിദ് ആബിദ് അലി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബൈഹാർട്ട് പഠിക്കുക. സയ്യിദ് ആബിദ് അലി അറിയാത്തവര് സയ്യിദ് ആബിദ് അലി ക്രിക്കറ്റ്. 2025 അന്താരാഷ്ട്ര വൃക്ക ദിനത്തിന്റെ പ്രമേയം. വൃക്ക ദിനം എന്നാണ് ഞാൻ പറയാത്ത, ഓരോ വർഷം അത് മാറും കേട്ടോ. നിങ്ങളുടെ വൃക്കകൾ ശരിയാണോ? നേരത്തെ കണ്ടെത്തുക, വൃക്കകളുടെ ആരോഗ്യം സംരക്ഷിക്കുക. നന്നായിട്ട് മനസ്സിരുത്തി പഠിച്ചേ. ഈ കൊല്ലം 2025 വൃക്ക ദിനത്തിന്റെ പ്രമേയം നിങ്ങളുടെ വൃക്കകൾ ശരിയാണോ ചോദിക്കുക. നേരത്തെ കണ്ടെത്തുക, വൃക്കകളുടെ ആരോഗ്യം സംരക്ഷിക്കുക. പ്രപഞ്ചത്തിന്റെ ഉത്ഭവം ഉൾപ്പെടെയുള്ള രഹസ്യങ്ങൾ തേടി നാസ അയച്ച പുതിയ ദൗത്യമാണ് സ്ഫിയറെക്സ്. എന്താണ്? ഒരു ഭയം വേണം അല്ലേ, ഒരു ഫയർ അങ്ങനെ സ്ഫിയർന്നോ എന്തെങ്കിലും കളിച്ചു നോക്കുക. പ്രപഞ്ചത്തിന്റെ ഉത്ഭവം ഉൾപ്പെടെയുള്ള രഹസ്യങ്ങൾ തേടി നാസ അയച്ച ദൗത്യമാണ് സ്ഫിയറെക്സ്. പഠിച്ചോ? 2025 ഉപഭോക്തൃ അവകാശ ദിന പ്രമേയം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. പ്രമേയങ്ങള് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പ്രമേയങ്ങളുടെ അത് ഒരുമിച്ച് ഒരു ക്ലാസ് ആക്കി തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കുറച്ചാണെങ്കിൽ കിട്ടുമ്പോൾ പഠിച്ചോളുക. അപ്പൊ വൃക്കാദിന പ്രമേയം പഠിച്ചല്ലോ, നിങ്ങളുടെ വൃക്കകൾ ശരിയാണോ? അതുപോലെ അല്ല, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ വർഷം ചോദിച്ച PYQ ആണ്. എന്ത്? ഉപഭോക്തൃ അവകാശ ദിനം എന്നാണ്. ഉപഭോക്തൃ അവകാശ ദിനം മാർച്ച് 15 അല്ലെ, മാർച്ച് 15. ഇത് ലോകത്താണ്. പിള്ളേരെ, നിങ്ങൾ അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്തേ. SCRT ദേശീയ ഉപഭോക്തൃ ദിനം എന്നാണ്, അവകാശ ദിനം. അപ്പൊ ലോക ഉപഭോക്തൃ അവകാശ ദിനം മാർച്ച് 15 ആണെങ്കിൽ ദേശീയ ഉപഭോക്തൃ അവകാശ ദിനം നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. 2025 പ്രമേയം സുസ്ഥിര ജീവിത ശൈലിയിലേക്കുള്ള ന്യായമായ മാറ്റം. മാറ്റമാണ് 2025 ഉപഭോക്തൃ അവകാശ ദിന പ്രമേയം. സുസ്ഥിര ജീവിത ശൈലിയിലേക്കുള്ള ന്യായമായ മാറ്റം, അഡ്ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽ. സെറ്റ് അല്ലേ മക്കളെ? IPL ക്രിക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വനിതകളുടെ, പെണ്ണുങ്ങളുടെ, അവിടെ ഈ ഫോട്ടോ കൊടുത്തിട്ടില്ല, എന്റെ പിറകിൽ കാണാം നിങ്ങൾക്ക്. അപ്പൊ നോക്കിക്കേ, IPL 2025 3-ാം സീസണിൽ ജയിച്ചത് മുംബൈ ഇന്ത്യൻസ്. ആദ്യം ഫസ്റ്റ് സീസൺ അടിച്ചതും മുംബൈ ആയിരുന്നു. അവര് ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെ പ്രാവശ്യം തോൽപ്പിച്ച കേട്ടോ. ലണ്ടൻ കേന്ദ്ര ബാങ്ക് ഏർപ്പെടുത്തിയ 2025 ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പുരസ്കാരം നേടിയത് നമ്മുടെ RBI കേട്ടോ. ലണ്ടൻ കേന്ദ്ര ബാങ്ക് ഏർപ്പെടുത്തിയ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പുരസ്കാരം കിട്ടിയത് നമ്മുടെ RBIക്കാണ്. ഫോർമുല 1 2025 സീസൺ തുടങ്ങിയത് മെൽബൺ എന്നാണ്, ഓസ്ട്രേലിയയിൽ നിന്നാണ്. മെല്ലെയാണ് ഫോർമുല 1 കാറോട്ട മത്സരമല്ലേ. അപ്പൊ ഫോർമുല 1 2025 സീസൺ തുടങ്ങിയത് മെൽബൺ, ഓസ്ട്രേലിയ. UK പാർലമെന്റ് അംഗങ്ങൾ നൽകുന്ന സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയ തെലുങ്ക് സിനിമാ താരം. അപ്പം ലണ്ടനിലെ ബാങ്ക് RBI പറഞ്ഞെങ്കിൽ നോക്കൂ, UK പാർലമെന്റ് അംഗങ്ങൾ നൽകുന്ന സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം കിട്ടിയ തെലുങ്ക് നടനാണ് ആര്? നമ്മുടെ ചിരഞ്ജീവി. അങ്ങനെയാണെങ്കിൽ ന്യൂസിലാൻഡിന്റെ പുതിയ പ്രധാനമന്ത്രി അല്ലെ, ന്യൂസിലാൻഡിന്റെ പ്രധാനമന്ത്രി സാറിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ക്രിസ്റ്റഫർ ലെക്സൺ ഒന്ന് പഠിച്ചു വെച്ചേ. ന്യൂസിലാൻഡ് എന്താ വന്നത്? ലക്ഷങ്ങൾ വന്നു. ലെക്സൺ, ക്രിസ്റ്റഫർ ലെക്സൺ, ന്യൂസിലാൻഡ് ക്രിസ്റ്റഫർ ലെക്സൺ. തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന്റെ പേര് വർണ്ണപ്പകിട്ട്. ഇത് മുമ്പേ നമുക്കറിയാം, ട്രാൻസുമായി ബന്ധപ്പെട്ട പദ്ധതി വർണ്ണപ്പകിട്ട്. ഇപ്പൊ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന്റെ പേര് വർണ്ണപ്പകിട്ട്. കംബോഡിയയിലെ ഏതു ക്ഷേത്ര സമുച്ചയത്തിൽ നിന്നുമാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബുദ്ധ പ്രതിമയുടെ ഉടൽ കണ്ടെത്തിയത്? വളരെ വിഖ്യാതമായ, വളരെ ഫേമസ് ആയ ക്ഷേത്രമാണ് ഇത്, അങ്കോവർത്ത് ക്ഷേത്രം അല്ലെ. ആ അങ്കോവർത്ത് ക്ഷേത്രം കംബോഡിയയിലാണ്. അത് അറിയുന്നവർക്ക് കിട്ടും. വീഡിയോയുടെ ലെങ്ത് കൂടുന്തോറും നിങ്ങൾ കാഴ്ചക്കാർ കുറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.
നമുക്കൊരു 2-3 ക്ലാസ് കൂടി എടുത്തു കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് OA എക്സാം എഴുതാൻ പോകുന്നവർക്ക് വേണ്ട മുഴുവൻ PDF-ഉം അതുപോലെ തന്നെ മുഴുവൻ ക്ലാസ്സുകളും നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൊടുക്കുന്നതാണ്. അപ്പൊ ഇതുവരെ എടുത്ത 11 ക്ലാസ്സുകൾ കാണുക. ഒരു 2-3 ക്ലാസ് കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പൊ അതിന്റെ ലിങ്ക് നമ്മുടെ കമന്റിൽ ഉണ്ടാവും. ടെലഗ്രാം ചാനൽ ഫ്രീ ആണ്. നമ്മൾ അവിടെ വരിക, അവിടെ എന്ത് കിട്ടും? PDF കിട്ടും. അപ്പൊ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാനും ജോലി കിട്ടട്ടെ എത്രയും പെട്ടെന്ന്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ. താങ്ക് യു.